ദുരിതക്കയത്തിൽ കൈത്താങ്ങായി കൂത്താട്ടുകുളം നഗരസഭ. വയനാടിന്റെ മക്കൾക്ക് വീടൊരുക്കാൻ കൗൺസിലിന്റെ പ്രത്യേക അനുമതി. അടിയന്തരമായി കൂടിയ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. വയനാട്ടുകാരന് ഒരു വീടെങ്കിലും നിർമ്മിച്ചു നൽകണമെന്നാണ് നഗരസഭയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ധനസമാഹരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ വയനാട്ടുകാരന് വീട് ഒരുക്കുന്നതിലേക്കായി 1 ലക്ഷം രൂപ നൽകാൻ തയ്യാറായി. നഗരസഭാ ഫണ്ട് ഉൾപ്പെടെ 2.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് നഗരസഭയിൽ ചേർന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചു. അനേകം പേർ മരണപ്പെടുകയും അതുപോലെ ഒട്ടനവധി പേർക്ക് മറ്റു രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങളുമൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം നമുക്കറിയാം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ ഒരു ദുരന്തത്തിന് അതിൽ നിന്ന് കരകയറുന്നതിന്, ജനങ്ങളെ സഹായിക്കുന്നതിന് സർക്കാരിനെ സഹായിക്കുന്ന അവരുടെ കയ്യിലുള്ളതിൻ്റെ പരമാവധി സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൂത്താട്ടുകുളം നഗരസഭ തീരുമാനമെടുത്തിട്ടുള്ള വളരെ മാതൃകാപരമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് ഇന്ന് ചേർന്ന അടിയന്തര കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നഗരസഭാ ഫണ്ട് 2.5 ലക്ഷം രൂപ നൽകുന്നതിന് കൗൺസിൽ ഒന്നടങ്കം തീരുമാനമെടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ അവിടെ വീട് നഷ്ടപ്പെട്ട അനേകം പേരുണ്ടെന്ന് നമുക്കറിയാം. അവർക്ക് ഒന്നിൽ കുറയാത്ത പരമാവധി 1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, പരമാവധി കുറഞ്ഞ 1 അതിൽ കൂടുതൽ എത്രയെന്ന നമുക്ക് കിട്ടുന്ന നമ്മുടെ കയ്യിൽ ലഭ്യമാകുന്ന തുകയ്ക്ക് അനുസൃതമായ രീതിയിൽ ഭവനങ്ങൾ വെച്ചു കൊടുക്കാനുള്ളൊരു തീരുമാനവും നഗരസഭ എടുത്തിട്ടുണ്ട്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഇന്ന് കൗൺസിൽ എടുത്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. നഗരസഭ ഇന്നലെ തന്നെ കമ്മിറ്റിക്ക് നോട്ടീസ് കൊടുക്കുകയും ഇന്നലെ രാത്രിയോടുകൂടി നിർദ്ദേശം വരികയും ചെയ്തു. ഇപ്പോൾ കൂടിയ കമ്മിറ്റി നമ്മൾ 2.5 ലക്ഷം രൂപ നഗരസഭയുടെ ഫണ്ടിൻ്റെ ഒരു വ്യാപ്തി നോക്കിയിട്ട് 2.5 ലക്ഷം രൂപ കൊടുക്കാനായി നമ്മൾ തീരുമാനിച്ചു. ആ തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അത് നഗരസഭയുടെ ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഈ 2.5 ലക്ഷം രൂപ കൊടുക്കുക. പക്ഷെ അതുകൂടാതെ ഈ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള യാതൊരു രൂപത്തിലും ഇനി നമുക്കെല്ലാവർക്കും അറിയാം, അവർക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നുമില്ല. സർട്ടിഫിക്കറ്റുകളാകെ പോയി, അതുപോലെ തന്നെ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു, അതുപോലെ അവർക്ക് യാതൊരു സ്ഥലമില്ല, മറ്റ് സാഹചര്യങ്ങളില്ല. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് താമസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഈ താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് നഗരസഭയുടെ സ്വന്തമായ നേതൃത്വത്തിൽ അവിടെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത്, അതല്ല ഏതെങ്കിലും വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്ന സ്ഥലം കിട്ടുമെങ്കിൽ അങ്ങനെ അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു വീട് വെച്ച് നമ്മൾ കണക്കാക്കുന്നു. പരമാവധി വീടുകൾ വെച്ച് കൊടുക്കുന്നതിന് നഗരസഭ തീരുമാനം എടുത്തിട്ടുണ്ട്. ഏകകണ്ഠമായി എടുത്തിട്ടുള്ള തീരുമാനമാണ്. അവിടെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ എടുത്തിട്ടുള്ള തീരുമാനമാണ്. കൗൺസിലാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനുശേഷം ഒരു യോഗം നമ്മൾ വിളിച്ചു ചേർക്കും. എല്ലാവരുടെയും, എല്ലാ സംഘടനകളുടെയും, അതുപോലെ തന്നെ എല്ലാ സാമുദായിക സംഘടനകളുടെയും, വ്യക്തികളുടെയും, അത് കുടുംബശ്രീയുടെയും എല്ലാത്തിൻ്റെയും സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് പരമാവധി വീടുകൾ അവിടെ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി നഗരസഭ മുൻകൈയെടുക്കാൻ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ബാക്കിയുള്ള നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും മറ്റ് സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കുമെല്ലാം മാതൃകയാകട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ ഇങ്ങനെയൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറയാൻ ഇടയായിട്ടുള്ള കാര്യം എന്നുകൂടി അറിയിക്കുന്നു. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ മുന്നോട്ടുള്ള ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ വസ്തുവകകൾ മാത്രമല്ല, അവരുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്തയിൽ പകച്ചു നിൽക്കുകയാണ്. ഏകദേശം മരണപ്പെട്ടവരും കാണാതായവരും ഉൾപ്പെടെ 500ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്.
ഒരു വീട്ടിൽ തന്നെ ഏക വ്യക്തിയായി അവശേഷിക്കുന്നവരുണ്ട്. അവരുടെ കൺമുമ്പിലാണ് മറ്റു കുടുംബാംഗങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതിപ്പോയത്. മാനസികമായും ഏറെ തകർന്നു നിൽക്കുന്ന ആ ജനതയെ സഹായിക്കേണ്ടത്, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആത്മവിശ്വാസം പകരേണ്ടത് ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂത്താട്ടുകുളം നഗരസഭ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2.5 ലക്ഷം രൂപ സംഭാവന ചെയ്യണമെന്ന് തീരുമാനമെടുത്തപ്പോൾ തന്നെ എല്ലാ പാർട്ടികളിലും പെട്ട അംഗങ്ങളുടെ ഏകകണ്ഠമായി അത് മാത്രം പോരാ, കൂത്താട്ടുകുളം നഗരസഭയിലെ കൗൺസിലർമാരുടെ, ജീവനക്കാരുടെ, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒക്കെ പിന്തുണ ഇക്കാര്യത്തിൽ സമാഹരിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു വീടെങ്കിലും, കൂടുതൽ തുക ലഭ്യമായാൽ കൂടുതൽ വീട്, അത് ആ ദുരന്തത്തിന് ഇരയായി വീടും സർവ്വതും നഷ്ടപ്പെട്ട ആളുകൾക്ക് സർക്കാർ നൽകുന്ന ഭൂമിയിൽ വെച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെയും കൂടി ഏകകണ്ഠമായിട്ടുള്ള ഒരാവശ്യമായിരുന്നു. വ്യക്തിപരമായി എൻ്റെ ഒരു വിഹിതം എന്ന നിലയിൽ ഞാൻ 1 ലക്ഷം രൂപ സംഭാവന ചെയ്യാമെന്ന് ഇവിടെ വൈസ് ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് എപ്പോൾ ആവശ്യപ്പെട്ടാലും ആ സമയത്ത് ആ തുക നൽകുന്നതാണ്. നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ, നഗരസഭയിലെ മറ്റ് കൗൺസിലർമാരും നഗരസഭാ സെക്രട്ടറിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.